മഹാപരിശുദ്ധനായ ദൈവത്തിന് മഹത്വം. EGM അഥവാ എബനേസർ ഗോസ്പൽ മിനിസ്ട്രിയിൽ നിത്യജീവ മൊഴികൾ എന്ന വാട്സാപ്പിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ആയി വീണ്ടും ഒരു പ്രാവശ്യവും കൂടി ദൈവവചനവുമായി കടന്നു വരുവാൻ ഇടയാക്കിയ കൃപാലുവായ ദൈവത്തിന് മഹത്വം. അവസരം നൽകിയ അഡ്മിന്മാർക്കും എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഉപദേശം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചിന്തിച്ചു വരികയാണല്ലോ. തുടർന്നും വിവിധ ഉപദേശങ്ങൾ എന്ന വിഷയത്തെ ആധാരമായി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. എങ്കിലും അതിനു മുൻപായി വീണ്ടും എന്നെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ചിന്തിക്കുന്നത് നന്നെന്ന് എനിക്ക് തോന്നിയിരിക്കയാൽ 3-ാം അധ്യായത്തെ ആസ്പദമാക്കി ചിന്തിച്ചതിന് ശേഷം പിന്നീടായി വീണ്ടും ഉപദേശത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ആരും നിങ്ങളെ തെറ്റിപ്പാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലയളവിൽ ഉപദേശത്തിൻ്റെ കാറ്റിനാൽ ഒരിക്കലും നിത്യത നഷ്ടപ്പെടുവാൻ ഇടയാകരുത് എന്നുള്ളതാണ്. 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ നിക്കോദിമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന്, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ല എങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ എന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. നിക്കോദീമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡം തന്നെയാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ് ആകുന്നു. ശേഷം തുടർന്ന് നാം വായിച്ചു വരുമ്പോൾ 10-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ എന്ന് അവനോട് ചോദിച്ചു. നമുക്ക് ഈ വിഷയത്തെ ആധാരമാക്കി ചില കാര്യങ്ങൾ ചിന്തിക്കുന്നത് ഏറ്റവും ഉചിതമെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു. സ്തോത്രം. നിക്കോദീമോസ് എന്ന പേരിൻ്റെ ഗ്രീക്ക് അർത്ഥം ഇതാണ്, നിർദോഷ രക്തമെന്നാണ്. പരീശൻ എന്ന് പറയുമ്പോൾ വേർപെട്ടവൻ എന്ന് അർത്ഥമുള്ള പരശ് എന്ന എബ്രയ വാക്കിൽ നിന്നുമാണ് പരീശൻ എന്ന പേരുണ്ടായത്. വിശ്വാസാചാരങ്ങളിൽ അത് സംബന്ധമായി നിലവിലുണ്ടായിരുന്ന വീക്ഷണത്തിൽ നിന്നും വേർപെട്ട് നിൽക്കുന്നതിനാലാണ് വേർപാടുകാരൻ എന്ന പരീശൻ എന്ന പേര് ഉണ്ടായത്. പരീശന്മാർ യഹൂദന്മാരുടെ ഇടയിൽ ധനവാന്മാരും അംഗസംഖ്യയുള്ളവരുമായിരുന്നു. മൂന്നാമതായി, യഹൂദ വിശ്വാസത്തിൽ മതപരമായ കാര്യങ്ങളിൽ പല കാര്യങ്ങളിലും അവർക്ക് എതിർപ്പുണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. ശുചീകരണ ആചാരങ്ങൾ, ശബത്ത് ആചാരങ്ങൾ കൃത്യമായി ആചരിക്കുന്നതിൽ അവർ ഉത്സുകരായിരുന്നു. അതുപോലെ തങ്ങൾ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ അബ്രഹാമിനോട് അനുരൂപപ്പെട്ടിരിക്കുന്നതിനാൽ നീതിമാനെന്നും അതിനാൽ അബ്രഹാമിൻ്റെ മക്കളെന്നും അഭിമാനിച്ചിരുന്നു.
മോശയുടെ എഴുതപ്പെട്ട നിയമങ്ങളെ പോലെ തന്നെ പരമ്പരാഗതമായിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളും പാലിക്കണമെന്ന് ശഠിക്കുന്നവരായിരുന്നു അവർ. അതുകൊണ്ട് കർത്താവിനാൽ ഉഗ്രശാസനത്തിന് പലപ്പോഴും അവർ വിഷയീഭവിച്ചിട്ടുണ്ട് എന്ന് കാണുവാൻ കഴിയും. ഇക്കാരണങ്ങളാൽ സ്വയനീതിയും അഹങ്കാരവും ഉണ്ടായിരുന്നവരായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 23 നാം വായിക്കുമ്പോൾ നിക്കോദീമസിനെ പോലെ പൗലൂസും ഒരു പരീശനായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് നിക്കോദീമോസും പൗലൂസും തമ്മിലുള്ളതായിരിക്കുന്ന താരതമ്യത്തെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്തോത്രം. നിക്കോദീമസിനെ നമുക്ക് കാണുമ്പോൾ നിക്കോദീമസ് യെരുശലേമിൽ ഉന്നത സ്ഥാനമുള്ള ഒരു കുടുംബമായിരുന്നു നിക്കോദീമസിൻ്റെത്. യഹൂദന്മാരുടെ ഇടയിൽ ബഹുമാനിക്കുകയും ഭയപ്പെടുകയും ചെയ്തിരുന്നു. സന്നിധി സംഘത്തിലെ ഒരു അംഗമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. യേശുക്രിസ്തുവിൻ്റെ സംസ്കാരത്തിന് വലിയ ചിലവ് ചെയ്തു. പരിമിത്യക്കാരൻ ജോസഫും യേശുവിനെ അടക്കം ചെയ്തതായിരിക്കുന്ന കൂട്ടത്തിൽ ഉള്ളവനാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് ചുമന്ന വ്യക്തി എന്ന നിലയും നമുക്ക് കാണുവാൻ കഴിയും. ഭരണപരമായും രാഷ്ട്രീയമായും ഉന്നത സ്ഥാനം ലഭിച്ചിരുന്നു. എന്നാൽ കാര്യങ്ങൾ ഗ്രഹിച്ചിരുന്നു എങ്കിലും നിക്കോദീമസും അരിമത്യക്കാരൻ ജോസഫും പൗലൂസിനെ പോലെ ക്രിസ്തുയേശുവിൻ്റെ പ്രവർത്തകരായിട്ടില്ല എന്നുള്ളതാണ്. സ്നാനമേറ്റതായും ഒന്നും കാണുന്നില്ല. പൗലൂസിനെ സംബന്ധിച്ച് ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ 8-ാം നാൾ പരിച്ഛേദന ചെയ്തു. അതുപോലെ പ്രസിദ്ധമായ വിദ്യാകേന്ദ്രങ്ങളിൽ തർസോസ് എന്ന നഗരത്തിൽ ജനിച്ച് ഒരു യഹൂദനായിരുന്നു. ഗമാലിയലിൻ്റെ ശിഷ്യനായിരുന്നു. സന്നിധി സംഘത്തിലെ അംഗവുമായിരുന്നു. സ്തോത്രം. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ നമുക്ക് സ്തോത്രം ഇദ്ദേഹത്തെക്കുറിച്ച് കാണുവാൻ കഴിയും. യേശുവിൻ്റെ അടുക്കൽ രാത്രിയിൽ അവൻ വന്നിട്ട് യേശുവിനെ റബി എന്ന് വിളിച്ചു. നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന ഉപദേഷ്ടാവാണെന്നും ദൈവം നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഈ അടയാളങ്ങൾ ചെയ്യുന്നത് എന്നും പറയുകയുണ്ടായി. യേശു അതിനുത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ഇത് പറയുമ്പോൾ ഈ ഉപദേഷ്ടാവായിരിക്കുന്ന നിക്കോദീമോസ് അവൻ ചോദിച്ചതായ കാര്യം ഇതാണ്: വൃദ്ധനായ ശേഷം അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കുമോ എന്നാണ്. യേശു അതിന് വീണ്ടും ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിലും ജനിച്ചില്ല എങ്കിൽ ആർക്കും ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡം തന്നെയാണ്, ആത്മാവിൽ ജനിച്ചതാണ് ആത്മാവ്. അതിന് കർത്താവ് ഒന്ന് കാറ്റ് എന്നുള്ളതായിരിക്കുന്ന കാര്യത്തോട് ഉപമിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. അവൻ ചോദിച്ചത് എങ്ങനെ സംഭവിക്കും? അപ്പോൾ യേശു പറഞ്ഞത്, ഇസ്രയേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും നീ ഇതറിയുന്നില്ലയോ?
1:13 വായിക്കുമ്പോൾ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായി മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. എന്നിട്ട് പറഞ്ഞു, മനുഷ്യപുത്രനെയും മരുഭൂമിയിൽ മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. സ്തോത്രം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു അവനോട് പറയുന്നു, ഉപദേഷ്ടാവായിരിക്കുന്ന നീ ഇത് അറിഞ്ഞിട്ടില്ലേ? അനേക ഉപദേഷ്ടാക്കന്മാർ ലോകത്തിലുണ്ട് എന്നുള്ളതാണ്. അവൻ പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായിരുന്നു. ദൈവവചനത്തെ ആഴമായി ചിന്തിക്കുകയും പഠിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന വ്യക്തികളിൽ ഒന്നായിരുന്നു. എന്നാൽ യേശു ചോദിക്കുകയാണ്, ഉപദേഷ്ടാവായ നിനക്ക് പുതുതായി ജനിക്കുക അല്ലെ വീണ്ടും ജനിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം നിനക്ക് അറിയില്ലയോ എന്ന് ചോദിച്ചു. ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർക്ക് ശരിയായിരിക്കുന്ന ഒരു അറിവ് ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. ഒരുപക്ഷെ ഉന്നതന്മാരായിരിക്കാം, വലിയ ജ്ഞാനികളായിരിക്കാം, വലിയ പാണ്ഡിത്യമുള്ളവരായിരിക്കാം, വലിയ കലാപരമായിരിക്കുന്ന കഴിവുകളിലൂടെ സമർത്ഥിക്കുവാൻ കഴിയുന്നവരായിരിക്കാം, ഉന്നത കുലശ്രേണിയുള്ളവരായിരിക്കാം, വിവിധമായ വിദ്യാസമ്പന്നതയ്ക്ക് ധാരാളം പഠനങ്ങൾ സിദ്ധിച്ചവരായിരിക്കാം. പക്ഷേ കർത്താവ് ചോദിക്കുന്നു, നിനക്ക് ഈ കാര്യം അറിയില്ലയോ? നീ അത് അറിഞ്ഞിട്ടില്ലയോ എന്നാണ്. ശരിയായിരിക്കുന്ന ഉപദേശം ബഹുനിശ്ചയത്തോടുകൂടെ സ്വന്തം നിരൂപണങ്ങളിൽ നിന്നല്ല, അശുദ്ധിയിൽ നിന്നല്ല, അബദ്ധത്തിൽ നിന്നുമായിരിക്കരുത്. ദൈവവചനം ബഹുനിശ്ചയമുണ്ടായിരിക്കണമെന്ന് സ്തോത്രം കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഉപദേഷ്ടാവായിരിക്കുന്ന അദ്ദേഹത്തിന് അത് അറിയില്ല എന്നുള്ളതാണ്. യെഹെസ്കേൽ പ്രവചനം 36 അധ്യായത്തിന്റെ 25-26 വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും, ഞാൻ സകല വിഗ്രഹങ്ങളെയും സകല മലിനതകളെയും നീക്കും, അങ്ങനെ നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. യെശയ്യാ പ്രവചനം 36 അധ്യായത്തിന്റെ 25-26 വായിക്കുമ്പോൾ, നീ ഉപദേഷ്ടാവായിരിക്കുന്ന നിക്കോദിമോസേ, നിനക്ക് ഈ കാര്യം അറിയില്ലയോ? എന്താണ് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക, അല്ലെങ്കിൽ പുതുതായി ജനിക്കുക എന്ന് പറയുന്നതിൻ്റെതായ ആശയം, അതിനെക്കുറിച്ച് നിനക്ക് എന്തുകൊണ്ട് നീ അത് ശരിയായി അറിഞ്ഞിട്ടില്ല? പ്രിയരെ, നമ്മൾ ദൈവവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ, ജ്ഞാനികൾക്കും വിവേകികൾക്കും ദൈവം മറച്ചു വെച്ച് ബാലന്മാർക്കും ശിശുക്കൾക്കും ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടേതായിരിക്കുന്നത് ഉന്നതമായ കുലശ്രേഷ്ഠതയോ നമ്മുടെ പഠനത്തിൻ്റെ ആധികാരികതയോ ഒന്നുമല്ല, ദൈവവചനത്തിൻ്റെ ആഴങ്ങളെ അല്ലെങ്കിൽ
അതിൻ്റെ സത്യസന്ധതയെ നമുക്ക് വെളിപ്പെട്ട് നൽകുന്നത്. അതുകൊണ്ട് നിക്കോദീമസേ, നീ ഈ കാര്യം ഉപദേഷ്ടാവായിട്ടും അറിഞ്ഞിട്ടില്ലയോ? അനേക ഉപദേശങ്ങൾ നമ്മളെ സത്യത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുന്നതാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ പ്രവാചക സൂക്തങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന ഈ കാര്യം, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. സ്തോത്രം. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സകല മലിനതകളും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായ ഹൃദയം നിങ്ങൾക്ക് തരും. പ്രവാചക തിരുവെഴുത്തുകളിലൂടെ നീ ഉപദേഷ്ടാവായിരിക്കുന്ന നിക്കോദീമസേ, നീ സത്യത്തെ ശരിയായി അറിഞ്ഞിട്ടുണ്ടോ എന്നതാണ്. ഞാൻ തന്നെ എന്നിലൂടെ നിത്യജീവൻ പ്രാപിക്കണം എന്നത് യോഹന്നാൻ സുവിശേഷം 3:13 തൊട്ട് നമുക്ക് കാണുവാൻ കഴിയും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അത് എന്നെക്കുറിച്ചായിരിക്കുന്നു. അതുകൊണ്ട് നീ വെള്ളത്താൽ ജനിക്കണം, ആത്മാവിനാൽ ജനിക്കണം എന്ന് കർത്താവ് പറയുകയുണ്ടായി. 1 പത്രോസിൽ നമുക്ക് അതിൻ്റെ 3:20 മുതൽ നാം വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയും. ഇത് സ്നാനത്തിനൊരു മുൻകുറിയാകുന്നു എന്ന്. അല്പജനം എന്ന് വെച്ചാൽ 8 പേർ നോഹയുടെ പെട്ടകത്തിലൂടെ കടന്നത് സ്നാനത്തിനൊരു മുൻകുറിയാകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഈ ഒരു കാര്യം നിനക്ക് മനസ്സിലായിട്ടില്ലയോ? അവർ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് എന്നുള്ളതായിരിക്കുന്ന കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ വെളിപ്പെടുത്തിയിട്ടില്ലയോ? കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരായിരിക്കുന്ന നാം അവൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്ന സത്യത്തെക്കുറിച്ച് നീ ഉപദേഷ്ടാവായിരുന്നിട്ടും അറിഞ്ഞിട്ടില്ലയോ എന്ന് കർത്താവ് ചോദിക്കുകയാണ്. സ്തോത്രം. ആത്മാവിലും സത്യത്തിലും നീ ആയിരിക്കണം. ജഡത്താൽ ഉള്ളത് ജഡമാണ്. ജഡത്താൽ ഉള്ളവർക്ക് ആത്മാവിൻ്റെ ഉപദേശം ഒരു കാലഘട്ടത്തിലും വെളിപ്പെടുകയില്ല. അതുകൊണ്ട് സത്യത്തിൻ്റെ പരിജ്ഞാനം നാം പ്രാപിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അനേക ഉപദേഷ്ടാക്കന്മാർ ഭോഷ്ക് വിശ്വസിപ്പിക്കുമാറ് കെട്ടുകഥകളും കിഴവിക്കഥകളും അന്തമില്ലാത്ത വംശാവലികളും നിഴലായിരിക്കുന്ന കാര്യങ്ങളെ പറഞ്ഞ് മനുഷ്യനെ വശീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തിയ സത്യത്തെക്കുറിച്ച് തിരുവചനങ്ങളിൽ മുന്നമേ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ശരിയായി തിരുവചനപ്രകാരം നീ മനസ്സിലാക്കേണ്ടതാണ്.
സ്നാനം അത്യാവശ്യമായിരിക്കുന്നത് കൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു സ്നാനമേറ്റു. അപ്പോസ്തലന്മാർ സ്നാനമേറ്റു. അവർ സ്നാനപ്പെടുത്തി. വെള്ളത്താൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായിരിക്കുന്ന നാം അവൻ്റെ മരിച്ചടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിച്ച് എന്നുള്ളതാണ്. അതുകൊണ്ട് ശരീരത്തിൻ്റെ അഴുക്ക് കഴുകിക്കളയുവാനായിട്ടുള്ളതല്ല എന്നുള്ള ആ വെള്ളത്താൽ ജനിക്കണമെന്നുള്ളതായ സ്തോത്രം കാര്യം കർത്താവായ ദൈവം അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിലാണ് നിത്യജീവനുള്ളത്. അപ്പോസ്തലപ്രവൃത്തി 10:43 വായിക്കുമ്പോൾ അവൻ്റെ പാപമോചനം മൂലം അവനിൽ വിശ്വസിക്കുന്നവൻ അവന് പാപമോചനം ലഭിക്കുമെന്നാണ്. അത് സകല പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അത് അവൻ്റെ മരണമടക്ക പുനരുത്ഥാനമൊക്കെയും പഴയ നിയമ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം നീ ശരിയായിട്ട് അറിഞ്ഞിട്ടില്ലയോ എന്നാണ് നിക്കോദീമസിനോട് ചോദിച്ചത്. അത്ഭുതം കാണുന്നതിലോ ഒന്നുമല്ല, അടയാളം കാണുന്നതിലൊന്നുമല്ല, വേണ്ടുന്നത് പോലെ കർത്താവിനെ അറിയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്നവൻ ആ കർത്താവ് തന്നെയാണ് ഞാൻ. അതാണ് യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 38 മുതൽ വായിക്കും. ഞാൻ തന്നെയാണ് അവൻ, ഞാനും പിതാവും ഒന്ന് തന്നെയാണ്. എന്നെക്കുറിച്ച് സങ്കീർത്തന പുസ്തകങ്ങളും പ്രവാചക പുസ്തകങ്ങളിലും മോശ പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിനക്ക് ശരിയായി ലഭിച്ചിട്ടുണ്ടോ? ജഡീകമായി പഠിച്ചതൊന്നും പൂർത്തീകരണത്തിലേക്ക് എത്തുന്നില്ല, അതവർക്ക് മറഞ്ഞിരിക്കുന്നു എന്ന് പൗലൂസ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഗമാലിയേലിൻ്റെ കാൽക്കീഴിലിരുന്ന് ബാല്യം മുതൽ ദൈവവചനം അഭ്യസിച്ച പൗലൂസ് അല്ലെങ്കിൽ ശൗൽ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് പിടിക്കപ്പെട്ട് കർത്താവ് അവനോട് ഇടപെട്ട് ദൈവം സംസാരിച്ചു, ദൈവം പഠിപ്പിച്ച് അവനെ ആക്കുമ്പോഴാണ് അവന് ശരിയായ അറിവ് ലഭിച്ചത്. അതുവരെയും കർത്താവിൻ്റെ ക്രിസ്തു സഭയും ഉപദ്രവിച്ചു വന്നവനായിരിക്കുന്ന ശൗൽ പൗലൂസായി രൂപാന്തരപ്പെട്ടത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ സംസാരിക്കപ്പെട്ട് അവനീ സത്യത്തെ അറിഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് ജഡത്താൽ ജനിച്ചത് ജഡമാണ്. ആത്മാവിൽ ജനിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ സത്യം ശരിയായി തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. ഈ ആത്മാവിനാൽ ജനിക്കപ്പെടണമെങ്കിൽ ഒരു വ്യവസ്ഥ അപ്പോസ്തലപ്രവൃത്തി 2:38 പറയുകയാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ത് എന്ന് നിങ്ങൾ ഗ്രഹിക്കാത്തതൊക്കെ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തും. നിങ്ങൾ ശക്തി ലഭിച്ച് ഭൂലോകത്തിൻ്റെ അറ്റത്തോളം സാക്ഷികളാകും. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളാലും വചനത്തെ ഉറപ്പിക്കുവാൻ ദൈവം
തൻ്റെ ഭക്തന്മാരെ വിനിയോഗിക്കും. പ്രിയരെ, അതുകൊണ്ട് സ്തോത്രം, ഉപദേശകനായിരിക്കുന്ന, ഉപദേഷ്ടാവായിരിക്കുന്ന ഈ വ്യക്തിക്ക് വ്യക്തമായ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് അവനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് കൊള്ളാവുന്ന വിലക്കാരായി നിൽപ്പാൻ നമുക്കിടയാകണം. അതിന് ദൈവത്തിൻ്റെ ആത്മാവിനെങ്കിൽ ദൈവം തന്നെ നമുക്ക് ബോധ്യമാക്കണം, വ്യാഖ്യാനിച്ചു തരണം. ജ്ഞാനികളോ പഠനശാലകളോ ഒക്കെയുണ്ട് എന്ന് വരികിലും ആത്മാവിനാൽ മാത്രമാണ് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ സത്യത്തെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തുകയുള്ളൂ. പൗലോസിനതിന് വെളിപ്പെട്ടില്ല, യഹൂദന്മാർക്കത് വെളിപ്പെട്ടില്ല. ഇന്നുവരെയും വെളിപ്പെടാതെ ക്രിസ്തു ആരെന്നറിയാതെ, ദൈവമെന്ന് വിശ്വസിക്കാതെ അവർ നിൽക്കുകയാണ്. അവരും കുത്യവങ്കിലേക്ക് നോക്കുന്ന ഒരു അവസരം വരും. അന്നാണ് കർത്താവ് പറഞ്ഞ്, ഞാൻ തന്നെയാണ് അവനെന്നും ഞാനും പിതാവും ഒന്നാകുന്നു എന്നും, സ്തോത്രം, എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നുവെന്നും, അവൻ എന്നിൽ വസിച്ചുകൊണ്ടാണ് അവൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നതെന്നും, അവൻ്റെ ആത്മാവ് അവൻ്റെ മേലാണ് ഇരിക്കുന്നതെന്നും ആ സത്യത്തെ ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഉപദേഷ്ടാവായിരുന്നിട്ടും നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ലയോ? സത്യത്തിൻ്റെ ആത്മാവ് വരാതെ ജഡീകമായ ചിന്തയിൽ ജഡത്താൽ ജനിച്ച് കർത്താവിൻ്റെ സ്നേഹിക്കുകയും ശുശ്രൂഷ ചെയ്യുകയും ചിലവിടുകയും കർത്താവിന് വേണ്ടി പലതും ചെയ്യുകയും ചെയ്തിരുന്നാലും സത്യത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കഴിയുകയില്ല. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയിൽ ഉള്ളതായിരിക്കുന്ന കൂട്ടത്തിൽ കർത്താവിൻ്റെ വേണ്ടി ശവസംസ്കാരത്തിന് വേണ്ടി ചെയ്തതും കർത്താവിൻ്റെ ക്രൂശൊക്കെയും ചുമന്നതുമായ വ്യക്തിജീവിതങ്ങളെ ആ കൂട്ടത്തിൽ കാണുന്നുണ്ടോ എന്ന് നാം ഇന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ കർത്താവിനെ ഉപദ്രവിച്ചതായ ശൗൽ കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഉന്മേൽ വന്നപ്പോൾ സകല സത്യവും വെളിപ്പെടുത്തിയപ്പോൾ യേശു സ്തുതിക്കും ഉദയമസ്നോട് പറഞ്ഞതുപോലെ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനല്ലാതെ ആരും ഈ മനുഷ്യപുത്രനാണ് സ്വർഗത്തിൽ കയറിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് അവനെന്നാണ്. ഞാൻ യഹൂദന്മാരുടെ രാജാവാണ്. പഴയ നിയമം നമ്മൾ പരിശോധിക്കുമ്പോൾ യഹോവയുടെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അവൻ രാജാവാകുന്നു എന്ന് കാണുന്നു. അവർ ചോദിച്ചത്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അവന്റെ നക്ഷത്രം ഞങ്ങൾ കിഴക്ക് കണ്ടു എന്നാണ്. പ്രിയരെ, ഇസ്രയേലിന്റെ രാജാവാണ് കർത്താവായ യേശു ക്രിസ്തു. ഇസ്രയേലിന്റെ രാജാവാണ് യഹോവയായ ദൈവം. ഈ സത്യത്തിന്റെ പരിജ്ഞാനം, സ്തോത്രം, നീ ഗ്രഹിച്ചിട്ടുണ്ടോ? നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്നു. നീ ദൈവവചനം കൃത്യമായി സംസാരിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചിലവിടുകയും ഉത്സുകരായി നടക്കുകയും ചെയ്യുമ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം നീ അനുസരിക്കുന്നുണ്ടോ? ആത്മാവിലും സത്യത്തിലും ജനിക്കുന്നവർക്ക് മാത്രമാണ് ഇത് വെളിപ്പെടുകയുള്ളൂ.
അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കും. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഈ നാമം ഹല്ലേലൂയ നിത്യജീവൻ്റെയാണ്. പ്രിയരേ, അതുകൊണ്ട് നിക്കോദെമോസേ, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്നതിൻ്റെ അർത്ഥം നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒന്ന് പത്രോസിൽ അത് കാണുകയാണ്. സ്നാനത്തിനൊരു മുൻകുറിയാണ്. അപ്പോൾ സ്നാനം വെള്ളത്താൽ ആവശ്യമാണ് എന്നും ആ സ്നാനം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരിച്ചടക്ക് പുനരുത്ഥാനത്തിന് തോടെ ഏകീഭവിക്കുന്നതാണെന്നും പഴയ നിയമം നിഴലായിരിക്കുന്നുവെന്നും എന്നെക്കുറിച്ച് സങ്കീർത്തനങ്ങളും പ്രവാചക പുസ്തകങ്ങളും മോശ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നു എന്നുമുള്ള ആ അറിവ് നീ പ്രാപിച്ചിട്ടുണ്ടോ? ഇന്ന് ഒന്ന് വിലയിരുത്തി ചിന്തിക്കുക. പൗലോസിനെ പോലെ ന്യായപ്രമാണത്തിൻ്റെ ആധികാരികമായ പഠനം പ്രഗത്ഭരായിരിക്കുന്നവരിൽ നിന്ന് പഠിച്ചുവെങ്കിലും ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരായ യഹൂദന്മാരുടെ രാജാവായി വരുന്നവരിൽ പ്രത്യാശ വച്ചിരിക്കുന്ന ആ ജനം തന്നെ ശൗലിനെ പോലെ അല്ലെങ്കിൽ പൗലോസിനെ പോലെ യേശു ക്രിസ്തുവിനെയും സഭയെയും ഉപദ്രവിക്കുന്നവരായി മാറി. പ്രിയരേ, നിക്കോദെമോസേ, നീ ഉപദേഷ്ടാവാണ്, നീ മാന്യനാണ്, ജനങ്ങൾ തന്നെ അംഗീകരിക്കുന്നതാണ്, പല വിശ്വാസാചാരങ്ങൾക്കും കുറിച്ച് അറിവുള്ളവനാണ്. പക്ഷേ നീ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടുണ്ടോ? ഇന്ന് നിന്നോട് ചോദിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാട്ടെ സ്വർഗത്തിലെ ദൂതന്മാരാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ ശപിക്കപ്പെട്ടവനാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്ന് യോവേൽ പ്രവാചകൻ വർഷങ്ങൾക്ക് മുമ്പ് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു. സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. ആ സത്യത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ യഹോവയുടെ ആത്മാവ് വന്നപ്പോൾ അവരെ കർത്താവ് പറഞ്ഞതായിരിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണമെന്നുള്ളതായ ആ വാക്യം ദൈവത്തിൻ്റെ ആത്മാവ് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ സ്തോത്രം, 3000 5000 അനേകർ ഈ നാമത്തിൽ സ്നാനമേറ്റു. അതുകൊണ്ട് അപ്പോൾ നിനക്ക് ഈ സത്യത്തെ അറിയിച്ചു തരുന്നത് ദൈവത്തിൻ്റെ ആത്മാവിലാണ്. ജഡത്താലുള്ളത് ജഡമാണ്. ജഡത്തിൽ പഠിച്ചതെല്ലാം വ്യർത്ഥമെന്ന് പൗലോസിന് മനസ്സിലായി. എന്നാൽ ആത്മാവിനാൽ യേശു ക്രിസ്തു ഇടപെട്ടവനെ പഠിപ്പിച്ചപ്പോൾ ആത്മാവായിരിക്കുന്ന ദൈവം അവനെ വെളിപ്പെടുത്തിയപ്പോൾ ക്രിസ്തുവാരെന്ന് യഥാർത്ഥമായി മനസ്സിലായി. നിക്കോദെമോസിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായി മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. ഞാൻ തന്നെയാണ് അവൻ. ഈ സത്യത്തെ മനസ്സിലാക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഉപദേശക്കാറ്റിനാൽ ആരും നിങ്ങളെ വശീകരിക്കരുത്. സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ നിങ്ങൾ ഇടയാകരുത്. തുടർന്ന് നമുക്ക് ചിന്തിച്ചു വരാം, പ്രോസ്പെരിറ്റി എന്താണ്? സ്തോത്രം. സമ്പത്താണോ യഥാർത്ഥമായ അനുഗ്രഹം? അതിലൂടെ ജനത്തെ വശീകരിച്ച് ഇന്ന് അനേകർ കോടീശ്വരന്മാരായിത്തീരുന്ന അനേക ഭക്തന്മാർ തന്ത്രങ്ങളിലൂടെ മനുഷ്യനെ വശീകരിച്ച് അനുഗ്രഹങ്ങൾ ഇട്ടുകൊടുത്തതുപോലെ ആ ഹവ്വയിൽ എത്രമാത്രം സ്വാധീനിക്കുകയും
സ്നേഹിക്കുകയും ദൈവത്തിനു വേണ്ടി പലതും ചെയ്യുകയും ചെയ്തു എന്നതിൽ നിത്യത ലഭ്യമല്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി.